4.5 പവൻ്റെ മാല കഴുത്തി കിടന്നായിരുന്നു. അത് ഞാൻ പലപ്പോഴും പറഞ്ഞു മക്കളെ ഊരി വേടിയെന്ന് പറഞ്ഞു. അത് ഭർത്താവ് വിട്ടാറുണ്ട്, അവളത് ഊരാൻ മടിച്ചു. കേരള പോലീസിൻ്റെ ഒരു അന്തസ്സിൻ്റെ പ്രശ്നമായിട്ട് തന്നെ കണ്ടാണ് അന്വേഷണം നടത്തിയത്. കുറ്റകൃത്യം ആരും തന്നെ കണ്ടവരായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും സൈബർ ഫോറൻസിക് തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ ആധാരമാക്കിയത്. ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് അനാഥമായ കുടുംബം, പറക്കമുറ്റാത്ത കുട്ടികളും രോഗികളായ മാതാപിതാക്കളും. കുടുംബം പോറ്റാൻ ജോലിസ്ഥലത്തിലേക്ക് പോയ വിനീതയുടെ കഴുത്തിലേക്കാണ് രാജേന്ദ്രൻ എന്ന തമിഴ്നാട് സ്വദേശി കുലക്കത്തി കുത്തിയിറക്കിയത്. ഒടുവിൽ 3 വർഷത്തിനപ്പുറം നീതി പുലർന്നു. പ്രതിക്ക് തൂക്കുകയർ. വീട്ടിലെ ബുദ്ധിമുട്ടും പാടും ഈ അച്ഛൻ്റെയും അമ്മയുടെയും 2 മക്കളെയും വളർത്തണം, സംരക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ജോലിക്ക് പോയത്. ജോലിക്ക് പോയി 8-9 മാസം ജോലി ചെയ്തു. ജോലി ചെയ്തപ്പോഴാണ് ഈ വരുമ്പോൾ കൊച്ചിൻ്റെ 4.5 പവൻ്റെ മാല കഴുത്തി കിടന്നായിരുന്നു. അത് ഞാൻ പലപ്പോഴും പറഞ്ഞു മക്കളെ ഊരി വേടിയെന്ന് പറഞ്ഞു. അത് ഭർത്താവ് വിട്ടാറുണ്ട്, അവളത് ഊരാൻ മടിച്ചു. ഭർത്താവ് വിട്ട മാലയല്ലേ കിടക്കട്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനും വിചാരിച്ച് കിടന്നോട്ടെ എന്ന് വെച്ചു. ചെറിയ മാല ആയിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഇപ്പോഴാണ് 4.5 പവനുണ്ട്. ഞാൻ മേടിച്ചു കൊടുത്ത മാല തന്നെയാണ്. 4.5 പവൻ്റെ മാല ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് നമുക്കൊന്ന് മാല കൊണ്ട് ഇനി ഞങ്ങൾക്ക് സങ്കടമില്ലായിരുന്നു. കൊച്ചിനെ കൊണ്ട് അവൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവളാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ഒരു തുണി അലക്കണമെങ്കിലും മറ്റെന്ത് ചെയ്യണമെങ്കിലും കൊണ്ടിട്ടാൽ മതി, അവളെല്ലാം ചെയ്ത് അച്ഛനും അമ്മയും വളരെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു മോളായിരുന്നു. ഞങ്ങളവിടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന ഭർത്താവുമായിട്ട് ഞങ്ങളവിടെ തന്നെ താമസിച്ചിരുന്ന. ആദ്യം ഭർത്താവ് വരികയത് അവൻ അറ്റാക്കായിരുന്നു. അവൻ ജോലിക്ക് പോകുന്ന അവിടെ വെച്ച് അവൻ മരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ അവളും ഒരു വയസ്സായ അച്ഛൻ മറ്റേ ഒരാൾ ജോലിക്ക് പോയി കൊണ്ടുവന്നതുകൊണ്ട് എല്ലാവർക്കും കൂടെ കഴിയാൻ പറ്റിയില്ല. എന്നാൽ അച്ഛൻ എവിടെയെങ്കിലും ഒരു ജോലി സംരക്ഷിച്ചായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ ഇങ്ങനെ നമ്മുടെ ഒരു ചെടിക്കടയിൽ ജോലിക്ക് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ചെന്ന് അവിടെ ജോലിക്ക് പുള്ളിക്കാരൻ ജോലിക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഞായറാഴ്ച ലോട്ടോണ് വന്ന് ജോലിക്ക് പോയത്. ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളുമായിരുന്നു. ഇവൻ എങ്ങനെയോ കടയ്ക്കകത്ത് കയറി കൊച്ചിൻ്റെ കഴുത്ത് കണ്ടിച്ച് മാല എടുത്തുകൊണ്ട് പോയി. വിധി എങ്ങനെ കാണുന്നു അമ്മേ? വിധി സന്തോഷമുണ്ട്. വിധി നോക്കിക്കാണുന്ന സന്തോഷമുണ്ട്. കാരണം സാഹചര്യ തെളിവല്ലായിരുന്നു, അതുകൊണ്ടല്ല നേരിട്ട് കണ്ടതല്ലല്ലോ. അപ്പോൾ സാഹചര്യ തെളിവ് കൊണ്ടുള്ള ഇതാണ്ട് നമുക്കൊരു ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആത്മാർത്ഥമായ അവരുടെ ആത്മാർത്ഥതയിലുള്ള അന്വേഷണമാണ് ഇതിന് എല്ലാത്തിനും വഴിവെച്ചത്. ആ അന്വേഷണം കൊണ്ട് അത് കുറ്റപത്രം 3 മാസത്തിന് മുമ്പേ സമർപ്പിച്ച് അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നമ്മുടെ എം സലാഹുദ്ദീൻ സാറിന് വക്കീൽ സാറിന് പറ്റി. കോടതിക്ക് ബോധ്യപ്പെടുത്താനായിട്ട് അദ്ദേഹം നല്ല ആത്മാർത്ഥമായിട്ട് അദ്ദേഹവും സഹകരിച്ചു. എല്ലാവരുടെ സഹകരണവും ആത്മാർത്ഥതയും എല്ലാം കൊണ്ട് നേടിയ ഒരു വിധിയാണ് ഈ വധശിക്ഷ. ചെറിയൊരു CCTV ദൃശ്യമായിരുന്നു കേസിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിയെ കസ്റ്റഡി എടുക്കാനും ഇപ്പോൾ വിചാരണ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കാനും കഴിഞ്ഞു. പ്രതിയിലെത്തിച്ചേർന്നത് ഒരു അത്ഭുതമെന്ന് വേണം പറയാനൊക്കെ. അതുപോലെ വിശാലമായ അന്വേഷണമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. ഇത് ഒരു കേരള പോലീസിൻ്റെ ഒരു അന്തസ്സിൻ്റെ പ്രശ്നമായിട്ട് തന്നെ കണ്ടാണ് അന്വേഷണം നടത്തിയത്. ഒരു സൂചനയും ഇല്ലാതെ പട്ടാപ്പകല് ആൾപെരുമാറ്റം കുറഞ്ഞ സമയത്ത് തിരുവനന്തപുരം സിറ്റിയിലെ പോലീസ് ആസ്ഥാനത്തിൻ്റെ ഏറ്റവും അടുത്ത്, അതുപോലെ ഏറ്റവും ജനസഞ്ചയമുള്ള ജനവാസ കേന്ദ്രത്തിൽ. അപ്പോൾ ഇതെല്ലാം കൊണ്ടും അതൊരു അന്തസ്സിൻ്റെ പ്രശ്നമായിട്ട് തന്നെ കണ്ടെത്തിയാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതിന് നമ്മുടെ സിറ്റി കമ്മീഷണർ ഉൾപ്പെടെ രാത്രി കാലങ്ങളിൽ പോലും വീടുകൾ കയറി പരിശോധന നടത്തുകയും ഒക്കെ ചെയ്ത് അന്വേഷണം നടത്തിയാണ് 5ാമത്തെ ദിവസം തമിഴ്നാട്ടിലെ കാവൽക്കടലിൽ നിന്ന് പ്രതിയെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രതി വലിയ പരമ്പരയായിട്ട് കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണെന്ന് മനസ്സിലായി. കേസിൽ സുപ്രധാനമായത് പ്രോസിക്യൂട്ടറുടെ ഇടപെടലായിരുന്നു. എം സലാഹുദ്ദീൻ ശക്തമായ വാദങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ വധശിക്ഷ സാധ്യമാക്കിയെടുക്കുന്നത്. സർ, എന്തായിരുന്നു ഈ കേസിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയാൻ ഏതെങ്കിലും ഉണ്ടോ? പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഈ കേസ് ദൃക്സാക്ഷികൾ ആരും തന്നെ ഉള്ള കേസല്ല. ഈ കുറ്റകൃത്യം കണ്ട സാക്ഷികൾ ആരുമില്ല. പ്രോസിക്യൂഷന് മുമ്പിൽ 118 സാക്ഷികൾ ഉണ്ടായിരിക്കുമ്പോഴും കുറ്റകൃത്യം ആരും തന്നെ കണ്ടവരായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും സൈബർ ഫോറൻസിക് തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ ആധാരമാക്കിയത്. അത് ഒരു പരിധിവരെ പ്രോസിക്യൂഷന് കുറ്റകൃത്യം ചെയ്തത് പ്രതിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിനകത്ത് തമിഴ്നാട്ടിലൊരു 3 കൊലപാതകം 2014 പ്രതി ചെയ്തിട്ടുണ്ട്.
തമിഴ്നാട്ടിലെ കൊലപാതകവും കേരളത്തിലെ കൊലപാതകവും തമ്മിൽ ഒരു പരിശോധിക്കുമ്പോൾ ഈ 4 കൊലപാതകങ്ങളും സമാനമായ രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ മോഡസ് ഓപ്പറandi എപ്പോഴും ഒരു സിമിലിയർ ഫാഷനായിരിക്കും. അത് തെളിയിക്കാനും ആ കൊലപാതകം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സിനെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെയൊക്കെ വിസ്തരിക്കുകയും ഈ ഓരോ ഇഞ്ചുറിയും എടുത്ത് ചോദിച്ച് ഇതെല്ലാം അതൊരു സിമിലിയർ ഫാഷനാണ്, സെയിം മോഡസ് ഓപ്പറാൻഡ് ആണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയും. തമിഴ്നാട്ടിലെ കേസിനെ കുറിച്ച് പറയുമ്പോൾ അത് വിധി വരാത്തൊരു കേസാണല്ലോ, അതിൽ ജാമ്യത്തിൽ അതെങ്ങനെയാണ് ഈ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടോ? വിധി വന്നില്ലെന്ന് മാത്രമല്ല, 2014 ഡിസംബറിലാണ് അവിടെ ഒരു ദിവസം ഒരു കുടുംബത്തിലെ 3 പേരെ ഈ പ്രതി കൊല്ലുന്നത്. ആ കൊലപാതകം നടന്ന 5-ൻ്റെ അന്ന് പ്രതി തമിഴ്നാട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണെങ്കിലും കൂട്ടുപ്രതി ഒളിവിലായത് കാരണം പോലീസിന് കൃത്യസമയത്ത് കുറ്റപത്രം ഹാജരാക്കാൻ കഴിഞ്ഞില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതി ജാമ്യത്തിലിറങ്ങുകയാണ്. അധ്യാപകനും അഭ്യസ്തവിദ്യനുമായിരുന്നു പ്രതി. എങ്കിലും പണത്തിന് വേണ്ടി ഒരാളുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കാൻ അയാൾക്ക് യാതൊരു മടിയും തോന്നിയില്ല. ഒരു ഘട്ടത്തിലും പശ്ചാത്തപിച്ചില്ല. എങ്കിലും അക്രമം ചെയ്യുന്നവർക്ക് മേൽ കാലം നീതിയെ വിധിക്കുമെന്നത് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ വധശിക്ഷാവിധി. ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.